ഏതിനൊക്കെ പോകുന്നത് ഏതൊക്കെ ആറാണ് അല്ലെങ്കിൽ അഞ്ചാറും പോകുന്നറിയാം അത് ഇല്ലല്ല ആ തന്ത്രത്തിന് ഞാൻ ചെയ്യില്ല. ഞാൻ ഇണ്ടിച്ചിങ്ങണ്ട് നല്ലോട് പറയും, ഇണ്ടിച്ചിങ്ങണ്ട് നല്ലോട് ഞാൻ പറയും. ഇത് നമ്മള് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടല്ല, ഞാൻ വിളിച്ചിട്ട് മുതലാളിക്ക് വിളിച്ചത്. അല്ല അത് ആ ഒരാൾ ചോദിക്കണേക്ക് ഒരു 5000 മാറ്റാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളുള്ളത് പെരുമ്പിലാവ് ചന്തയിലാട്ടോ. അപ്പോ പെരുമ്പിലാവ് ചന്തയിലെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് കുറച്ച് തിരക്ക് കൂടുതലാണ്, നിങ്ങൾക്ക് എന്റെ പുറകിൽ കാണാൻ പറ്റും. ഇന്ന് കുറച്ച് തിരക്ക് കൂടുതലുള്ള ദിവസമാണ്. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലാണ് പെരുമ്പിലാവ് ചന്ത നടക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. ഓക്കെ. ഇന്നത്തെ വീഡിയോ പെരുമ്പിലാവ് ചന്തയിലെ കുറച്ച് വിശേഷങ്ങളാണ്. തൃശ്ശൂർ ജില്ലയിലാണ് പെരുമ്പിലാവ് ചന്ത സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ചാലിശ്ശേരിയിൽ നിന്ന് ഗുരുവായൂർ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ, ചാലിശ്ശേരി 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പിലാവ് സെൻറ്ററിലെത്തും. അങ്ങനെ ഒറ്റപ്പിലാവ് സെൻറ്ററിൽ എത്തി കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് ഒരു റോഡുണ്ട്. ആ റോഡ് നേരെ കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയാൽ മതി. കുറച്ച് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ചന്തകളിൽ ഒന്നായിട്ടുള്ള പെരുമ്പിലാവ് ചന്ത, അതായത് ഒറ്റപ്പിലാവ് ചന്ത നമുക്ക് കാണാൻ കഴിയും. ആഴ്ചകളിൽ ചൊവ്വാഴ്ചയാണ് ഈ ചന്ത അവിടെ നടക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലാണ് നടക്കുക. കാലത്ത് 4 മണി 5 മണി മുതൽ തന്നെ അത് സ്റ്റാർട്ടാവുകയും അതുപോലെ തന്നെ 2 മണി വരെ, ഏകദേശം 2-2:30 വരെ അത് നീളുന്ന ഒരു വലിയൊരു ചന്തയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചന്തയുടെ മുന്നിൽ എത്തിയിട്ടാണ്, ആ ചന്തയുടെ മുന്നിൽ എത്തി നമ്മളിങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പ്രത്യേകിച്ച് തിരക്ക് കൂടുതലുള്ള ഒരു ദിവസമാണ്. മുന്നേ പോയപ്പോൾ ഇത്ര ഒരു തിരക്ക് അവിടെ അനുഭവപ്പെട്ടിട്ട് ഇന്നെന്തോ ഒരുപാട് തിരക്ക് കൂടുതലുള്ള ദിവസമാണ്. കാളകളും അതുപോലെ തന്നെ പോത്തുകളും മൂരികളും ഒരുപാട് വന്നിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഏകദേശം മുമ്പ് ഒരു 9-10 മണി ഏകദേശം പോകുന്ന സമയത്ത് അപ്പോഴേക്കും അവിടെ തിരക്കിൻ്റെ ഉത്സവമാണ് നടക്കുന്നത്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവിടെ പോത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര, അതുപോലെ തന്നെ രാജസ്ഥാൻ തുടങ്ങിയ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കച്ചവടക്കാരോട് വന്നിട്ട് അതുപോലെ പോത്തുകളെ വാങ്ങുന്നവരും പല സ്ഥലത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒന്ന് എന്ന് അറിയപ്പെടുന്നത്. വളരെ ചെറിയ വില മുതൽ ലക്ഷങ്ങൾ വില വരുന്ന പോത്തുകളും കാളകളൊക്കെയാണ് കേട്ടോ ഇവിടെ പെരുമ്പിലാവ് ചന്തയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കച്ചവടം നല്ല കാണാനും അത് തന്നെ ആ കച്ചവടം കണ്ടു നിൽക്കാനും തന്നെ ഒരു പ്രത്യേക രസമുണ്ട്. എന്റെ പേര് സലാമാണ്, ഇതെന്റെ സ്നേഹിതർ റഷീദാണ്. കാലങ്ങൾ പറയുമ്പോ ഒറ്റപ്പാലം, ഞാൻ കോട്ടക്കലുമാണ്. ഞങ്ങള് 14-ാമത്തെ വയസ്സ് കമ്പനിയുള്ള ആൾക്കാരാണ്. ഷോട് അങ്ങനെ നടന്നു പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആളെ കിട്ടണോ കാളാള് 10 ഉണ്ട്. കുറച്ചൊക്കെ വിറ്റുപോയി. ഇവിടെ ഇപ്പോൾ രൂപേന്റെ ലെവലുള്ള തലക്കത്ത് അതിന്റെ മുന്നേ 25-80 അതേ സൈസ്. കുഴപ്പമൊന്നുമില്ല, തെറ്റില്ലാത്ത കച്ചവടം നടക്കുന്നുണ്ട്. എന്നാളാ നോമ്പിനൊക്കെ ഞാൻ എല്ലാം കച്ചവടം നടക്കും. എരുമാള് തന്നെ 10 ഉണ്ടാവും. ഇവിടെ ഒരു 2 മണി വരെ എന്നൊക്കെ കുറെ കൊണ്ടുപോകും. കേരളത്തിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ
പോത്ത് കച്ചവടക്കാരൊക്കെ വന്നിട്ട് പോത്തിനെ വാങ്ങുന്നതും അതുപോലെ തന്നെ അവരുടെ പോത്തുകളെ അവിടെ വിൽക്കുന്നതുമായിട്ടുള്ള ഏറ്റവും വലിയ ചന്തകളിൽ ഒന്നാണ് നമ്മുടെ പെരുമ്പിലാവ് ചന്ത. ഈ ചന്ത ആദ്യം സ്ഥിതി ചെയ്തിരുന്നത് നമ്മുടെ പെരുമ്പിലാവ് സെൻട്രലായിരുന്നു. പെരുമ്പിലാവ് സെൻട്രലിൽ ആയിരുന്നു ഇതിന്റെ മുൻകാല കച്ചവടമൊക്കെ നടന്നിരുന്നത്. അപ്പോൾ അവിടെ സ്ഥലത്തിന്റെ പരിമിതി കാരണമാണ് ഇങ്ങോട്ട് കുറെ വർഷങ്ങളായിട്ട് ഏകദേശം 10 വർഷത്തോളം മേലായിരുന്നു ഇപ്പൊ ഈ ഒറ്റപ്പിലാവ് ചന്തയിലേക്ക് മാറിയത്. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടുത്തെ തിരക്കും അതുപോലെ കച്ചവടക്കാരുടെയും വാങ്ങുന്നവരുടെയൊക്കെ തിരക്ക്. ചെറിയ ചെറിയ പോത്തുകൾ മുതൽ 3000, 2000 മുതലുള്ള പോത്തുകൾ മുതൽ ലക്ഷക്കണക്കിന് വരുന്ന രൂപയുടെ പോത്തുകൾ വരെ ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്റെ പേര് മൊയ്തുപ്പു. സ്ഥലം ഒറ്റപ്പാലം. ഞാൻ 50 കൊല്ലായി ഇതിലേക്ക് വന്നിട്ട്. 50 വർഷമായി. 74 വയസ്സായി. 50 വർഷത്തിന്റെ മുകളില്. ഇപ്പൊ കച്ചവടം മോശാണ്. ഇന്നത്തെ ചന്ത വളരെ മോശാണ്. പിന്നെ കന്ന് ഭയങ്കര വില കൂടുതലാണ്, വഴിച്ചെലവ് കൂടുതലാണ്, ഭയങ്കര വില കൂടുതലാണ്. ഇത് ആന്ധ്ര, ഒറീസ, കർണാടക, തമിഴ്നാട്, എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. കുഴപ്പമില്ല. ഇതിലും നല്ല ചന്തയാണ് വാണിയമ്പൂർ. വ്യാഴാഴ്ച എല്ലാ ചന്തയിലും പോവാറുണ്ട്. ഉണ്ട്. ഇവിടെ 10-40 ഉണ്ട്. അത് വീര്യം ഉണ്ടെങ്കിൽ ഒരു 12 മണിയാകുമ്പോഴത്തേനൊക്കെ കഴിയും. ചിലപ്പോ ബാക്കിയാവും, അപ്പൊ വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ വ്യാഴാഴ്ച വാണിയങ്ങളും കൊടുന്നു വെക്കും. കാലത്ത് 6 മണിക്ക് ഇവിടെ എത്തി. ഉണ്ട്. കഴിയാറുണ്ട്. ഇന്ന് 40 ഒരു 10-30 ഉണ്ട് ബാക്കി. തന്നെയൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ. ഇതൊക്കെ ഒരു 95 റുപ്യ, 90 റുപ്യ. രാവിലെ 6 മണിക്ക് തുടങ്ങും. നമ്മള് കൊടുന്നതില് 400 ഉണ്ട്, 450 ഉണ്ട്, 300 ഉണ്ട്, 350 ഉണ്ട്. അതിനാണ് കൊടുത്തടാ. അവനും പറ്റോട്ടെ. അതെ, ഇത് 2. 3 ലക്ഷം ഉറുപ്പിക വരും. 2.5 കോടി. പുതിയതല്ല. അത് പഴയ ആളാണ്, പുതിയതല്ല. അതെ. അതൊക്കെ 16 വയസ്സായിക്കണ്. ഒരു 60 വയസ്സൊക്കെ 60 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. മൂപ്പര് ഗൾഫിൽ ഇവിടെ മാറി മാറി നിൽക്കാണ്. ഇല്ലാത്ത വേറുണ്ട്. എത്ര ഗോൾഡ് ചോദിച്ചു നോക്ക്. 45 ഉറുപ്പിക. ഇത് പറ്റുവാ? കുറച്ച് കുറവുണ്ടാവും നമ്മളെ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും. എത്ര നിങ്ങളെ ഉദ്ദേശിച്ചത്? എത്ര? ഇതിലത്തേലും പറ്റും, അതിലത്തേലും പറ്റും നോക്കാണ്. ഏത്
അതാ ചെമ്പ തറുക്കും ആയിരാണ് അല്ലേ മുതലായില്ല അതിനെന്താ ചോടത്തല്ല ഒന്നിന്റെ ചോടത്തല്ല വേണ്ട വേണ്ട തിരിയുമൊന്നും വരുമ്പോ പറയില്ല ആ പോത്ത് ഇത് പോത്താ അല്ല അതിന് കുറഞ്ഞ പേർക്ക് പോത്ത് വരാ വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വായില്ലേ ആ ജലദോഷം മാറിയില്ല ഈ പൊടി മുഴുവൻ കയറിയാണ്ട് കൂടും ഇവിടെ കൂടിക്കൊണ്ട് നടത്തിട്ടാരാ നിങ്ങളിപ്പോ എന്താക്കും പറഞ്ഞു നിങ്ങള് എന്താ പറഞ്ഞു നിങ്ങളുടെ പേര് ആ നിന്റെ പാവത്തിന് ഈ നന്നാക്കണ്ട അല്ലാതെ പാവത്തിന് എല്ലാം നന്നാക്കി ഇറങ്ങാറാ ആ ഇല്ല അങ്ങനെ കിട്ടില്ല ഏയ് 60,000 മീൻ കൊടുത്തോ ഇല്ല കിട്ടില്ല 60,000 ഏയ് 60 കൊടുത്തോ 60 വെച്ച് കൊടുത്തോ അത് കിട്ടില്ല അതൊന്നും കിട്ടില്ല കച്ചവടമൊക്കെ ഉസാറാ നല്ല ഉസാറാ ആ സൂപ്പർ കച്ചവടാ ആ സെറ്റാക്കിട്ടല്ലേ കൊടുത്തുള്ളത് ആ 5 സെറ്റാക്കിയിട്ടുണ്ട് ആ ഇനി വാങ്ങുന്നവർക്ക് കായില്ല കൊണ്ടുവരുന്നവരും കായില്ല പിന്നെ ഇതുമായിട്ട് കുള്ളന്മാര് വരുമ്പോ അവർക്ക് ശരിയാവും അല്ല ഇഞ്ഞെടുക്കൂല ഇഞ്ഞെടുക്കൂല സാബുവാ ആ ഞാൻ പറഞ്ഞു അത് 7 കൂടി വേണോ 7 കൂടി ചോദിക്കുന്നുണ്ട് ഏതിനൊക്കെ ഫോൺ ചെയ്ത് ഏതോ 6 അല്ലെങ്കിൽ 5-6 പോകുന്ന ഇല്ല ആ തന്തരത്തിന് ഞാൻ ചെയ്യില്ല ഞാൻ ഇണ്ടിച്ചിങ്ങുണ്ട് നല്ലോട് പറയും ഇണ്ടിച്ചിങ്ങുണ്ട് നല്ലോട് ഞാൻ പറയും ഇത് നമ്മളിപ്പോ അങ്ങോട്ട് അങ്ങനെ വിളിച്ചിട്ടല്ല ഞാൻ വിളിച്ചിട്ട് മുതലാളിക്ക് വിളിച്ചത് അല്ല ഏയ് അത് ആ ഒരാൾ ചോദിക്കണേക്ക് ഒരു 5000 രൂപ മാറ്റാം ആ പൈസ കൊടുത്തില്ല തന്നു കൊടുക്കും അതൊക്കെ കൊടുക്കും അതാ നിൽക്കണ പോലെ ഒഴിവാക്കി തന്നു നിർത്തിയിട്ട് കാര്യമില്ല മലബാർ ഗോൾഡ്